ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഈ മാത്തമാറ്റിക്സിൻ്റെ ലാബ് മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ മാത്തമാറ്റിക്സിൻ്റെ ലാബ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ക്ലാസ്സിൽ വന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാത്തതിനാൽ നമ്മൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിനേഷന് ഈ ലാബ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം നമുക്ക് അതിൻ്റെ ഒരു മോഡലിലേക്കൊന്ന് പോകാം. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കതിലേക്ക് കിടക്കാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. നമ്മുടെ IT മാത്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് 3 മണിക്കൂർ സമയമുണ്ട്. 32 മാർക്കാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി നമുക്ക് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരിക. ജനറൽ ഇൻസ്ട്രക്ഷൻസ് 5 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്യാരിങ് 14 സ്കോർ. 14 മാർക്ക് വീതമുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് 70 മാർക്ക് ഉണ്ടാവും. You can answer any number of questions fully or partially to get a maximum of 32 score. തിയറി എക്സാമിനേഷൻ ചെയ്തപോലെ തന്നെ ഹാഫ് ദ പേപ്പർ ക്യാരി ഫുൾ മാർക്സ് ആണ്. ഹാഫ് ദ പേപ്പർ അല്ല, 32 മാർക്ക് നമ്മൾ എഴുതിയാൽ മതിയാവും 70 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നിന്ന്. Read the instructions given with each questions carefully. നന്നായിട്ട് വായിക്കുക. ചിലതിനൊക്കെ ജിയോജിബ്ര ആപ്ലെറ്റ്സ് ഉണ്ടാവും, അത് നമുക്ക് തന്നിട്ടുണ്ടാവും, എക്സാമിനേഷൻ നമുക്ക് തരും. അപ്പോൾ അത് നമ്മൾ ആ ആപ്ലെറ്റുകൾ ഉപയോഗിച്ച് ചെയ്താൽ മതിയാവും. If the questions demands, you can use fresh GeoGebra windows or constructions. അപ്പോൾ ക്വസ്റ്റ്യൻ അത് പറയുകയാണെങ്കിൽ നമുക്ക് ആപ്ലെറ്റുകൾ തരുവാണെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിയോജിബ്ര പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ് നമുക്കറിയാം. ആപ്ലിക്കേഷൻ എടുക്കും, എഡ്യൂക്കേഷൻ എടുക്കും, അതിനകത്ത് നമ്മൾ ജിയോജിബ്ര ഓപ്പൺ ആക്കാൻ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. Then if you need any help regarding the use of GeoGebra like technical issues, commands, etc., you are free to ask your examiner. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കമാൻഡ് മറന്നുപോയി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ടെക്സിൻ്റെ ഇൻപുട്ട് കമാൻഡ് എന്താണെന്ന് മറന്നുപോയെങ്കിൽ ജിയോജിബ്രയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് അവിടെ വരുന്ന നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന എക്സാമിനേഷൻ വരുന്ന എക്സാമിനോട് തന്നെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ SQRTX നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ മോഡെക്സ് അതിൻ്റെ കമാൻഡ് നമ്മൾ മറന്നുപോയി. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ടെക്നിക്കൽ ഹെൽപ്പുകൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാമിനറായിട്ട് വരുന്ന ടീച്ചറിനോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻസ് റൈറ്റ് നെസസറി സ്റ്റെപ്സ് ഇൻ യുവർ ആൻസർ ഷീറ്റ്. അപ്പോൾ ആൻസർ ഷീറ്റ് ഉണ്ടാവും, ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റെപ്പുകൾ എഴുതി വയ്ക്കേണ്ടതാണ്. ആ സ്റ്റെപ്പുകൾക്കും കൂടെ മാർക്കുള്ളതാണ്. ഇഫ് നെസസറി യു ക്യാൻ ഡ്രോ റഫ് ഫിഗേഴ്സ് ടു സപ്പോർട്ട് യുവർ ആൻസർ. നമ്മൾ തിയറി ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് അല്ലെങ്കിൽ ചെറിയ റഫ് ഫിഗർ നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിൽ വരച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് ചെയ്യാനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ജിയോജിബ്ര എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയർ മാത്രമേ ഉള്ളൂ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. യു ആർ നോട്ട് പെർമിറ്റഡ് ടു യൂസ് എനി സോഫ്റ്റ്വെയർ അതർ ദാൻ ജിയോജിബ്ര ഓർ എനി അതർ ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് കാൽക്കുലേറ്റേഴ്സ് ഇൻ എക്സാമിനേഷൻ ഹോൾ. കാൽക്കുലേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. കമ്പ്യൂട്ടറിലുള്ള കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. കമ്പ്യൂട്ടറിൽ നിന്ന് ജിയോജിബ്ര ഫയൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓപ്പൺ ആക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ലാബിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് യൂസ് ദ ആപ്ലെറ്റ് Q1 ടു ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. നമുക്കൊരു ആപ്ലെറ്റ് തന്നിട്ടുണ്ട്, റെഡിമെയ്ഡ് ആപ്ലെറ്റ് തന്നിട്ടുണ്ട്. ആ ആപ്ലെറ്റിൻ്റെ പേരാണ് Q1 എന്ന് പറഞ്ഞ് ആ ആപ്ലെറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അബൌട്ട് ദി ആപ്ലെറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ fx = x² is given. നമ്മൾ ഒത്തിരി തവണ ചെയ്തിട്ടുള്ളതാണ് fx = x² എന്നുള്ള ഗ്രാഫ് വരയ്ക്കാൻ ഇൻപുട്ടിൽ കൊടുത്തിട്ടുള്ള. പക്ഷേ ഓൾറെഡി നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്. You can change the functions using the input box for f. ഈ ഫംഗ്ഷൻ നമുക്ക് ഇൻപുട്ട് ബോക്സ് ഉപയോഗിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇവിടെ ഇതാണ് അതിൻ്റെ ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫ് ഓഫ് fx = x² is given. ഇതാണ് x² ഗ്രാഫ്. പിന്നെ ഫങ്ഷൻസ് നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്, ഇവിടെ x² ആണ്. ഇതിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫങ്ഷൻസ് കിട്ടും. പോയിന്റ് എ, ഇവിടെ ഒരു എ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ഇങ്ങനെ മാറ്റാവുന്നതാണ്. ഈ പോയിന്റിൽ എക്സ് ആക്സിസ് കൂടെയാണ് മൂവ് ചെയ്യുന്നത് അറിയാം. ആ പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ A0 ആണ്. എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ സ്ലൈഡറാണ്. സ്ലൈഡറിലുള്ള പോയിന്റ് ആണ്. നമുക്കറിയാം സ്ലൈഡറിന്റെ മാക്സിമം വാല്യൂ 5 ആണ്, മിനിമം വാല്യൂ -5 ആണ്. അങ്ങനെയുള്ളൊരു സ്ലൈഡറാണ്. ആ സ്ലൈഡറിലുള്ള പോയിന്റ് ആണ്
ഈ എക്ക് എടുക്കുന്നത്. അതായത് എക്സ് ആക്സിൽ കൂടെ -5നും +5നും ഇടയ്ക്കുള്ള പോയിന്റുകളാണ് ഈ എ എന്നുള്ള കോർഡിനേറ്റ് മീൻസ് എ എന്നുള്ള വെർട്ടെക്സിന് എടുക്കുന്നത്. AP is perpendicular to the x axis and PB is perpendicular to the y axis. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ AP എന്നുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ എക്സ് കോർഡിനേറ്റും പിയുടെ എക്സ് കോർഡിനേറ്റും സെയിം ആണ്. ഇപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് 1.7 ആണ്, പിയുടെ എക്സ് കോർഡിനേറ്റ് 1.7 ആണ്. നമ്മളിത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എന്താണോ എയുടെ എക്സ് കോർഡിനേറ്റ്, ഇവിടെ എയുടെ എക്സ് കോർഡിനേറ്റ് 2.0 ആണ്, അതുകൊണ്ട് പിയുടെ എക്സ് കോർഡിനേറ്റും 2.0 ആണ്. കാരണം ഇത് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് ഈ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും പിയുടെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇത് A0 ആണ് എങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ്, ഇത് A0 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പോയിന്റ്, അതുകൊണ്ട് ഇതിന്റെ കോർഡിനേറ്റ് A0 ആയതുകൊണ്ട് പിയുടെ എക്സ് കോർഡിനേറ്റ് A ആയിരിക്കും. അത് ഓർത്താൽ മതി. ഇനി AP is perpendicular to the y axis and BP is perpendicular to, ഇതാണ് B എന്നുള്ള പോയിന്റ് ഇതാണ്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ടു y ആക്സിസ് ആയതുകൊണ്ട് ഇതിന്റെ y കോർഡിനേറ്റ് എന്താണോ അത് തന്നെയായിരിക്കും ഈ പിയുടെ y കോർഡിനേറ്റ്. അപ്പോൾ പിയുടെ y കോർഡിനേറ്റ് 4.04 ആണ്, അവിടെ B എന്നുള്ള പോയിന്റിന്റെ y കോർഡിനേറ്റും P 4.04 ആണ്. നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ 3.133 ആണ്, ഇവിടെയും 3.133 ആണ്. അപ്പോൾ ഓർക്കുക, ഇത് A0 ആണെങ്കിൽ ഇത് 0A ആയിരിക്കും, സോറി 0f of A ആയിരിക്കും. കാരണം എന്താണ്, ഇത് f(x)(x²) എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫാണ്, അതുകൊണ്ട് ഈ പോയിന്റ് A ആണെങ്കിൽ ഇത് f of A ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത് 1.77 ആണെങ്കിൽ ഇത് f of 1.77 ആണ്. ഇവിടെ x² ആയതുകൊണ്ട് ഇതിന്റെ സ്ക്വയർ ആയിരിക്കും ഈ വരുന്നത്. അത്ര ഓർത്താൽ മതി. ഇവിടെ എന്ത് പോയിന്റ് ആണോ എക്ക് എടുക്കുന്നത് അതിന്റെ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ഇമേജ്, x² ആയത്. ഇപ്പൊ x³ ആണെങ്കിൽ ഇതിന്റെ ക്യൂബ് ആയിരിക്കും ഇവിടെ വരുന്ന ഇമേജ്. ഇവിടെ √x ആണെങ്കിൽ ഇതിന്റെ ഇവിടെ വരുന്ന ഏത് പോയിന്റ് ആണോ അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഇവിടെ വരുന്ന പോയിന്റ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം, അത്രയേ ഉള്ളൂ. അത് ഓർത്താൽ മതി. ഫംഗ്ഷൻ എന്താണോ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ f of A എന്നായിരിക്കും ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ f of A. ഇനി ബിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് y ആക്സിസിൽ കൂടെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ഏത് കോർഡിനേറ്റ് എടുത്താലും ഇതിന്റെ x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കണ്ടോ, ഏതെടുത്താലും ഈ ബിയുടെ y കോർഡിനേറ്റ് x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് തന്നെയാണ്, ഇതിന്റെ y കോർഡിനേറ്റ് ഇതിന്റെ y കോർഡിനേറ്റ് സെയിം ആണ്. ഇതിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ f of A ആണ് ഇതിന്റെ. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഈ പോയിന്റ്. മനസ്സിലായാലും മക്കളെ? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് A0യും ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ f of Aയും ഇതിന്റെ കോർഡിനേറ്റ് 0f of Aയും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ആപ്ലെറ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. The function is f and the coordinates of the point A is A0. Write the coordinates of the point P and B. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതിന്റെ കോർഡിനേറ്റ് A0 ആണ്. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോർഡിനേറ്റ് തന്നെയാണ്, എക്സ് കോർഡിനേറ്റ് തന്നെയാണ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ്. ഇനി ഇത് ഗ്രാഫിലുള്ള പോയിന്റ് ആയതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇത് f of x ആയിരിക്കും. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതാണ്. P = എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ A എന്നുള്ളതിന്റെ കോർഡിനേറ്റ്, A എന്നുള്ളതിന്റെ എക്സ് കോർഡിനേറ്റ് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. എയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ A0, ദാറ്റ് ഈസ് ഗിവൺ. ഇനി പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു A ആയിരിക്കും, അതുപോലെ തന്നെ f of A ആയിരിക്കും. ദെൻ പിന്നെ നമുക്ക് വരുന്നത് ബിയുടെ കോർഡിനേറ്റ് ആണ്. ബിയുടെ കോർഡിനേറ്റ് എക്സ് ആക്സിൽ കൂടെ വേരി ചെയ്യുന്നതുകൊണ്ട് y ആക്സിൽ കൂടെ വേരി ചെയ്യുന്നതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. മറ്റേ ഇതിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ f of A തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ, ഈ മൂന്നെണ്ണമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇതാണ് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് P ആൻഡ് B, 2 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ഓൺലി 2 questions ഹാവിംഗ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 എണ്ണം ടിക്ക് ചെയ്തിരിക്കും. ആ 2 എണ്ണം മാത്രം നിങ്ങൾ എക്സാമിനേഷൻ ചെയ്താൽ മതിയാവും. അതാണ് ടിക്ക് മാർക്കുള്ള 2 എണ്ണം ചെയ്യാൻ പറയും. അതിൽ 2 മാർക്കുള്ളതിന് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഈച്ച് ഓഫ് ദി അബോവ് വാല്യൂസ് യൂസിങ് ദി ആപ്ലെറ്റ്. നിങ്ങളോട് 2 എണ്ണം കണ്ടുപിടിക്കാൻ പറയും. അത് ഈ ആപ്ലെറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ റൈറ്റ് ദ
മെത്തേഡ് എഴുതണം. ഫൈൻഡ് ദർ വാല്യൂസ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ഓരോന്നിനകത്തും ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ 6 ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ √5 ആണ്. അപ്പോൾ നമ്മൾ √5 എങ്ങനെ എഴുതും അതാണ് നമ്മൾ ആദ്യം നോക്കണേ. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് √5 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നമ്മൾ f(x) എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് x² ആണ്. x² എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫാണ് നമ്മുടെ ഈ ആപ്ലെറ്റിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു അതിന്റെ സ്ക്വയർ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തത് വരുന്നത് നമുക്ക് ഇതിന്റെ അപ്പോൾ ഇവിടെ 2.7 ആണെങ്കിൽ 2.7ന്റെ സ്ക്വയർ കിട്ടും. അതായത് x ആണെങ്കിൽ x² കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് √5 ആണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ പോരെ. ഫംഗ്ഷൻ എന്താക്കി കൊടുത്താൽ മതിയാവും. നമുക്ക് വേണ്ടത് f(x) ഇവിടെ √x ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് f(x) √x എന്ന് ഫംഗ്ഷൻ കൊടുത്താൽ മതിയാവും. എന്നിട്ടോ നമുക്ക് വേണ്ടത് √5 ആണ്. √5 കിട്ടണമെങ്കിൽ ഇവിടെ f(5) കൊടുത്താൽ മതി. അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് √5 കിട്ടും. കണ്ടോ ഇവിടെ നമ്മൾ 2 കൊടുത്തപ്പോഴത്തേക്കും 2ന്റെ സ്ക്വയറാണ് കിട്ടിയിരുന്നത്. f(x) x² ആയതുകൊണ്ട് 2 കൊടുത്താൽ നമുക്ക് 2² കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് √5 വേണമെങ്കിൽ f(x)ന് പകരം നമ്മൾ √x കൊടുക്കുക. എന്നിട്ട് x ഉള്ളിടത്ത് നമ്മൾ സ്ലൈഡർ മാറ്റി 5 കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇൻപുട്ട് ബോക്സ് ഉണ്ട്. ആ ഇൻപുട്ട് ബോക്സിനകത്ത് നമുക്ക് x² പകരം √x എന്ന് കൊടുക്കാം. √x-ന്റെ കമാൻഡ് എന്താ മക്കളെ? sqrtx. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് √x-ന്റെ. ഇനി നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഈ a എന്നുള്ള വാല്യൂ ഇപ്പോൾ 2.7 ആയതുകൊണ്ട് അതിൻ്റെ റൂട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡർ മാറ്റി നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. നമുക്ക് സ്ലൈഡർ മാറ്റി നമുക്ക് 5 ആക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 5 അതിൻ്റെ √5 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻപുട്ട് ബോക്സ് വേണമെങ്കിൽ എക്ക് ഉണ്ടാക്കിയിട്ട് ഈ സ്ലൈഡർ മാറ്റണമെന്നില്ല. ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കിയിട്ട് വേണേൽ ഉണ്ടാക്കാം. ഒരു ഇൻപുട്ട് ബോക്സ് നമുക്ക് ഉണ്ടാക്കാം. ഇൻപുട്ട് ബോക്സ് അതിനകത്ത് നമുക്ക് എ തന്നെ വാല്യൂ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എയുമായിട്ടാണ് ലിങ്ക് ചെയ്യണേ. എയുമായി ലിങ്ക് ചെയ്തു. ഒരു ഇൻപുട്ട് ബോക്സ് വേണം. ഇനി ഇൻപുട്ട് ബോക്സിനകത്ത് നമുക്ക് നേരെ അടിച്ചു കൊടുത്താൽ നമുക്ക് ആ വാല്യൂ കിട്ടിക്കൊള്ളുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 5 ആണ് വേണ്ടത്. അതുകൊണ്ട് √5 അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ മക്കളെ. അപ്പോൾ √x എന്ന് പറഞ്ഞാൽ √5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 5 അതിൻ്റെ റൂട്ട് 2.236 ആണ് നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ. റൈറ്റ് ദ മെത്തേഡ് എന്നും കൂടെ ഉണ്ട് നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഈച്ച് ഓഫ് ദി വാല്യൂസ് യൂസിങ് ദിസ് ആപ്ലെറ്റ്. അപ്പോൾ മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറയുവാണ്. എന്താണ് നമ്മൾ മെത്തേഡ് ചെയ്തത്? f(x) എന്ത് ചെയ്തു? √x എന്ന് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇതിനകത്ത് നമ്മൾ എടുത്തത് √x കൊടുത്തു. എക്ക് പകരം 5 ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതങ്ങ് എഴുതിയാൽ മതി. a is equal to 5. Therefore f(a) is equal to √5. That's equal to എക്ക് പകരം എക്സിന് പകരം എ കൊടുക്കുന്നു. അപ്പോൾ √5 കിട്ടുന്നു. √5ന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ട് 2.236. സോ നമുക്ക് 2.236. അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻ്റെയും നമുക്ക് വാല്യൂ ആയി. അതായത് ഇപ്പോൾ നമുക്ക് റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് യൂസിങ് ദിസ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ കൊടുത്തു ഫൈൻഡ് ദർ വാല്യൂസ്. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ 2 പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഹാഫ് മാർക്ക് കിട്ടും. ഇവിടെ നിന്നും ഹാഫ് മാർക്ക് കിട്ടും. 2 ക്വസ്റ്റ്യനാണ് ടിക്ക് ചെയ്തേക്കണേ. അതുകൊണ്ട് അപ്പോൾ ഇവിടെ 2 ഈ 2 അങ്ങനെ നമുക്ക് 4 മാർക്കിനുള്ള അപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് ആയി കഴിഞ്ഞു. ഓക്കെ മക്കളെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത 3⁻²/3 എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നാണ് നമുക്ക് വേണ്ടത്? 3⁻²/3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 3⁻²/3. അപ്പോൾ ഇവിടെ 3 കൊടുക്കുവാണെങ്കിൽ ഇവിടെ 3⁻²/3യുടെ വാല്യൂ കിട്ടണം. അപ്പോൾ ഇവിടെ 5 കൊടുത്തപ്പോൾ √5 കിട്ടണമായിരുന്നു. ആദ്യം നമ്മളിവിടെ എന്ത് കൊടുത്തു? അതിൻ്റെ സ്ക്വയർ കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഈ sqrtx-ന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അത് ഒന്നാമത്തെ പാർട്ട്. ദെൻ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 3⁻²/3 എന്നൊക്കെ കിട്ടണ്ടേ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ മാറ്റുന്നത് 2/3 ആണ്. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ f(x)ന് പകരം എന്ത് കൊടുക്കാം? f(x) = 3⁻x എന്ന് കൊടുക്കാം. പിന്നെ നമ്മൾ എക്ക് പകരം നമുക്ക് 2/3 കൊടുത്താൽ മതി.
അപ്പോൾ നമുക്ക് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്സ് ഉള്ളിടത്ത് എ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക മക്കളെ? അപ്പോൾ നമുക്ക് 3 എന്ന് വരും. ദാറ്റ് ഈസ് 3/2/3 എന്ന് വരും. അപ്പോൾ നമ്മൾ എഫ് എക്സിന് പകരം 3x. ഇതാണ് എൻ്റെ മെത്തേഡ്. പുട്ട് എഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x, a ഈസ് ഈക്വൽ ടു 2/3. therefore f of a ഈസ് ഈക്വൽ ടു 3/2/3. ഇതതിൻ്റെ മെത്തേഡായി. ഇനി നമുക്ക് ഇതിനെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതിയാവും. എഫ് എക്സിന് പകരം 3x. അപ്പോൾ 3 എടുക്കുക, റേസ് ടു അടിക്കാൻ വേണ്ടി ക്യാപ്പ് അടിക്കുക, എക്സ് അടിക്കുക, 3x. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫംഗ്ഷൻ്റെ ഷേപ്പ് മാറി. അപ്പോൾ ഈ സ്ലൈഡർ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3/0.95 ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2.84 ആണ്. ഇനി നമ്മളതിന് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 3/0 വരും. 3/0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 വരും. നമുക്ക് വേണ്ടത് 2 കൊടുക്കുകയാണെങ്കിൽ 3² വരും. നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് ചെറുതാക്കി നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് 3² ആണ്. 3/2 വരും. 3/2 എന്ന് പറഞ്ഞാൽ 9 ആണ്. നമുക്ക് വേണ്ടത് 3/2/3 ആണ്. 3/2/3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇൻപുട്ടിനകത്ത് 2/3 കൊടുത്താൽ മതിയാവും എക്ക് വാല്യൂ. അപ്പോൾ നമുക്ക് 3/0.667 വരും. അത് 2/3യുടെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് 2.08 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ വാല്യൂ ആയി. അപ്പോൾ നമുക്ക് എഴുതാം ദാറ്റ് വാല്യൂ ഈസ് 2.08. ഓക്കെ മക്കളെ, 2.08. സോ ദാറ്റ്സ് ഈക്വൽ ടു 2.08. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ ആയി. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്രകാരം ചെയ്താൽ മതിയാവും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ 1.2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് വേണ്ടത് സൈൻ 1.2 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തത് ഇപ്പോൾ തേർഡ് പാർട്ട്. സൈൻ 1.2 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ എഫ് എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? സൈൻ എക്സ് എന്ന് കൊടുത്താൽ മതി. കറക്റ്റ്. ഇനി എക്ക് പകരം എത്ര കൊടുക്കണം? എ ഈസ് ഈക്വൽ ടു 1.2. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും? എഫ് ഓഫ് എ എന്ന് വരും. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സൈൻ എ എന്ന് വരും. സൈൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 1.2 എന്ന് വരും. അത് നമുക്ക് ഇതിൻ്റെ ഇമേജ് നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എഫ് എക്സിന് പകരം സൈൻ എക്സ് കൊടുക്കുക, എക്ക് പകരം 1. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് എക്സിന് പകരം സൈൻ എക്സ് എന്ന് കൊടുക്കാം. എഫ് എക്സിന് പകരം സൈൻ എക്സ് കൊടുത്തു. ഇനി എക്ക് പകരം ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? 1.2 ആണ് കൊടുക്കേണ്ടത്. 1.2 കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ ആയി. കണ്ടോ? അപ്പോൾ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്, സൈൻ 1.2 അല്ലേ? ഇത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ആണ്. ഇതിൻ്റെ എന്താണ്? വൈ കോർഡിനേറ്റ് ആണ് അതിൻ്റെ ഇമേജ്. അതിൻ്റെ സൈൻ 1.2 എന്ന് പറഞ്ഞാൽ 0.932. ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണോ അതാണ്. സോ നമുക്ക് വാല്യൂ എഴുതാം 0.932. സോ ഇസ് ഈക്വൽ ടു 0.932. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ tan -1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? എഫ് എക്സിന് പകരം tan x കൊടുക്കുക, എക്സിന് പകരം എക്ക് പകരം -1 കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. tan -1 ആണ്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ tan -1, tan of -1. അപ്പോൾ നമ്മൾ എഫ് എക്സിന് പകരം tan x കൊടുക്കുന്നു, എക്ക് പകരം -1 കൊടുക്കും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എ എന്ന് വരും. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ tan a എന്ന് വരും. tan a എന്ന് പറഞ്ഞാൽ tan of -1 വരും. ഇത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, ദിസ് ഈസ് ദ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം. എഫ് എക്സിന് പകരം നമുക്ക് tan x എന്ന് അവിടെ അടിച്ചു കൊടുത്താൽ മതി. tan എക്സിൻ്റെ ഫുൾ ഡൊമൈനിലുള്ളതാണ്. എക്ക് പകരം നമുക്ക് വേണ്ടത് -1 ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു. -1 അവിടെ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ലൈഡർ മാറ്റി -1 ആക്കിയാലും മതി. അപ്പോൾ ഇവിടെ ഈ പോയിന്റിന്റെ ഇമേജ് ആണ്. ദാറ്റ് ഈസ് -1.557. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ എഴുതാം. -1.557 ഈക്വൽ ടു -1.557.
ഓക്കെ മക്കളെ, അപ്പോൾ അതിൻ്റെ വാല്യൂയും ഇവിടെ ആയിട്ടുണ്ട്. ടാൻ -1ൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ -1.557 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ e⁻².3 എന്നാണ്. e⁻².3. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് e⁻².3 എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ fxന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? e⁻x എന്ന് കൊടുക്കാം. ഇനി എക്ക് പകരം എത്ര കൊടുക്കണം? a = 2.3 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് f of x എന്ന് പറഞ്ഞാൽ f of a എന്നാകും. f of a എന്ന് പറഞ്ഞാൽ e⁻a എന്നാണ് അല്ലേ? അപ്പോൾ e⁻aക്ക് പകരം 2.3. അതിൻ്റെ വാല്യൂ നമുക്ക് ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മുടെ ആപ്ലെറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ fxന് പകരം ഇവിടെ നമുക്ക് e⁻x എന്ന് കൊടുക്കാം. e⁻x എങ്ങനെ കൊടുക്കുന്നത്? e⁻x ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2.3 ആണ്. അപ്പോൾ നമ്മളിവിടെ എക്ക് പകരം 2.3 എന്ന് ഇൻപുട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ കിട്ടുന്നത് fx, ഇത് x ആണെങ്കിൽ f of x. അപ്പോൾ e⁻².3 ഇത് 2.3, അതുകൊണ്ട് e⁻².3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഇമേജ് ആണ്. ദാറ്റ് ഈസ് 9.974. e⁻².3 എന്ന് പറഞ്ഞാൽ 9.974 കണ്ടോ? അപ്പോൾ അതിൻ്റെ വാല്യൂമായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റിനും ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലായല്ലോ. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എക്സാമിനേഷന് വരിക. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ log 6 എന്നാണ്. log of 6 എന്നാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാം? നമുക്ക് വേണ്ടത് log of 6 എന്നാണ്. അപ്പോൾ നമ്മൾ fxന് പകരം എന്ത് കൊടുക്കണം? log x എന്ന് കൊടുക്കാം. log x. എക്ക് പകരം 6 എന്ന് കൊടുക്കാം. അപ്പോൾ f of a എന്ന് പറഞ്ഞാൽ എന്താ വരിക? log a എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു log 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് നമ്മുടെ ആപ്ലെറ്റിൽ നിന്ന് കിട്ടും. നമുക്കവിടെ ആ വാല്യൂ ഒന്ന് ചെയ്യാം. അപ്പോൾ fxന് പകരം log x, സിംപ്ലി log x എന്ന് അടിച്ചു കൊടുത്താൽ മതി. നമുക്കറിയാം log x എന്ന് അടിക്കുമ്പോൾ എല്ലാം x എന്നായിരിക്കും വരിക. കാരണം നാച്ചുറൽ ലോഗരിതം x. നമ്മൾ അടിക്കുന്നത് log x എന്നായാലും അത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് inx എന്നായിരിക്കും. അങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയറിനെ എടുക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ലോഗരിതത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6ന്റെ വാല്യൂ, log 6ന്റെ വാല്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ എക്ക് പകരം 6 കൊടുക്കും. അവിടെ നമുക്ക് 6 കൊടുക്കാൻ പറ്റില്ല. അത് അതിന്റെ വേറെ പ്രശ്നമാണ്. കാരണം എന്താണ്? നമ്മുടെ സ്ലൈഡറിന്റെ മാക്സിമം വാല്യൂ 5 ആണ്. മിനിമം വാല്യൂ അത് നമുക്കറിയാം, ഇത് -5 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 6 കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ലൈഡറെ കൊണ്ടുവരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മിനിമം വാല്യൂടെ കിടപ്പുണ്ട്, -5 കിടപ്പുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഒരു 8 ഒക്കെ ആക്കാം, എത്ര വേണേലും ആക്കാം. നമുക്കിവിടെ 6 കിട്ടിയാൽ മതി. ഇവിടെ നമുക്കൊരു 8 ആക്കാം. 6 കൊടുത്താലും മതി. ഞാൻ ഇത്തിരി കൂടെ കൂടി കൊടുത്തെന്ന് മാത്രമേ. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ സ്ലൈഡർ ഇപ്പോൾ 5 എത്തി നിർത്തിയാണ്. ഇനി നമുക്ക് ഇവിടെ ഇൻപുട്ടിൽ 6 എന്ന് കൊടുത്താൽ ഓക്കെ ആവും. കണ്ടോ? ഇപ്പം ഇനി വന്നോളൂ. ഇനി 8 വരെയും -8 മുതൽ +8 വരെയുള്ള ഏത് വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്നത് 6 ആണ്. അപ്പോൾ ഈ log xന്റെ x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൽ x കോർഡിനേറ്റ് 6 ആണ്. അതുകൊണ്ട് log 6 എന്ന് പറഞ്ഞാൽ 1.792 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എഴുതാം 1.792. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയി. അങ്ങനെ നമ്മുടെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ആയി. അപ്പോൾ നമുക്ക് ഈ 4 4 8 മാർക്ക് നമുക്ക് കിട്ടും. 2 ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയാവും. ഇവിടെ നമ്മൾ 6 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമാണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യന് ഇപ്പോൾ നമുക്ക് 10 മാർക്കായി. ഇനി നമുക്ക് 4 മാർക്ക് കൂടെ ഉണ്ട്. കാരണം ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ 2 മാർക്ക് ആദ്യത്തേനും കിട്ടി. അങ്ങനെ 10 മാർക്കായി. ഇനി 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട്. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടാവും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ടിക്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ സപ്പോസ് ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം ടിക്ക് ചെയ്തിരിക്കുന്നത്. യൂസിങ് ദ ഇൻപുട്ട് ബോക്സ് സെറ്റ് ദ ഫംഗ്ഷൻ ആസ് f(x) = x³. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. fxന് പകരം നമുക്ക് x³ എന്ന് കൊടുക്കാം. x³
3 എക്സ് ക്യൂബായി. ഇപ്പോൾ ഗ്രാഫ് മാറും. ഓക്കെ, മാറിയിട്ടുണ്ട്. ഇനി ഈ പറയുന്നത് എന്താ നോക്കാം. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 2.197. ക്യൂബ് റൂട്ട് ഓഫ് 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ക്യൂബ് റൂട്ട് ഓഫ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 2.197 ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ fx is equal to x ക്യൂബ് എന്ന് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു അതിന്റെ ക്യൂബ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പൊ നമ്മളിവിടെ 2 ആ കൊടുക്കണമെങ്കിൽ f of 2 എന്ന് വരും. 2 എന്ന് പറഞ്ഞാൽ 8 എന്ന് വരും അല്ലെ. 2 ക്യൂബ് എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 8 എന്ന് വരും. അപ്പോൾ 2 കൊടുത്താൽ 8 ഇമേജ് കിട്ടും. അപ്പോൾ നമുക്ക് ആ p എന്നുള്ളതിന്റെ കോർഡിനേറ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഇവിടെ ഞാൻ അതിന്റെ പോയിന്റ് 2 കൊടുക്കുക. 2 കൊടുത്താൽ എന്താ വരും നോക്കാം. കണ്ടോ, 2ന്റെ ഇമേജ് 8 കിട്ടി. അതായത് ഇവിടെ 2 കൊടുത്താൽ അതിന്റെ ക്യൂബ് ഇവിടെ കിട്ടും അല്ലെ. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ വരുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ടാണ് ഈ 2 എന്ന് പറഞ്ഞാൽ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ദാറ്റ് ഇംപ്ലൈസ് ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോ ശരിക്കും നമ്മൾ നമ്മുടെ ആപ്ലെറ്റിൽ വരുവാണെങ്കിൽ ഈ പോയിന്റിന്റെ ക്യൂബ് റൂട്ടാണ് ഈ 2 എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഈ y കോർഡിനേറ്റിന്റെ ക്യൂബ് റൂട്ടാണ് 2. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡർ ഒന്ന് മാറ്റുവാണെന്ന് വിചാരിക്കാം. സ്ലൈഡർ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 2.01 അതിന്റെ ക്യൂബാണ് 2.8.121 എന്ന് വെച്ചാൽ അതിന്റെ ക്യൂബ് റൂട്ടാണ് 2.01 അല്ലെ. ഇപ്പൊ ഇങ്ങനെ ഏത് വാല്യൂ കൊടുത്താലും അതിന്റെ ഒരു ക്യൂബ് റൂട്ടാണ് നമുക്ക് ഈ x കോർഡിനേറ്റ് ആയിട്ട് കിട്ടുക. y കോർഡിനേറ്റിന്റെ ക്യൂബ് റൂട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 2.197 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2.197ന്റെ പ്രീ ഇമേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ സ്ലൈഡർ മാറ്റുന്നതനുസരിച്ച് അതിന്റെ വാല്യൂ 2 അടുത്തുന്ന പോയിന്റ് ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ പോരെ. അതായത് ഇവിടെ എന്ത് വരുന്നു അതിന്റെ ക്യൂബ് റൂട്ടാണ് ഈ പോയിന്റ്. നമുക്ക് വേണ്ടത് 2.197ന്റെ ക്യൂബ് റൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഇമേജുകൾ നോക്കുക. ഈ ഇമേജ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന്റെ വാല്യൂ 2.197 ഇതിന്റെ വാല്യൂ 2.197 വരുമ്പോൾ ഏതാണോ അതാണ് അതിന്റെ ക്യൂബ് റൂട്ട് ആണോ. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.3. അപ്പൊ ഈ 2 ശരിക്കും പറയാം 1.3യുടെ ക്യൂബാണ് 2.197. അതായത് 2.197ന്റെ ക്യൂബ് റൂട്ടാണ് 1.3. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് നമ്മളുടെ. അപ്പോൾ നമ്മുടെ ഇവിടെ f of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of x എന്ന് പറഞ്ഞാൽ ക്യൂബ് നമ്മൾ എഴുതിയത് x raised to 3 എന്നാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ അപ്പോൾ പിയുടെ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതായത് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നോ അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്യൂബായിരിക്കും. ഓർ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വേണേൽ പറയാം അല്ലെ. ഇതിന്റെ ഇൻവേഴ്സ് ആണല്ലോ ഈ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത് അല്ലെ. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണ്. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് ആ പോയിന്റ് ഫോർ ദ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വരുവാണെങ്കിൽ ഇവിടെ എക്സ് ക്യൂബ് വരും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ആണ് ഇവിടെ വരുന്നെങ്കിൽ അതിന്റെ ക്യൂബ് റൂട്ട് ഇവിടെ വരും, എക്സ് റൈസ് ടു 1/3 വരും. അപ്പോൾ നമുക്ക് 2.197 ആണ്. therefore നമ്മുടെ പിയുടെ കോർഡിനേറ്റ് ഇവിടെ എന്ത് വരുന്നോ അതെന്തെങ്കിലും ആയിക്കോട്ടെ 2.197 അതിന്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലെ. അപ്പോൾ 2.197ന്റെ ക്യൂബ് റൂട്ട് അതായിരിക്കണം ഇവിടെ വരുന്നത്. കണ്ടോ, ഇവിടെ എക്സ് വന്നാൽ അതിന്റെ ക്യൂബ് റൂട്ട് ഇവിടെ വരും. അപ്പൊ ഇവിടെ 2.197 വന്നാൽ 2.197ന്റെ ക്യൂബ് റൂട്ട് ഇവിടെ വരും. ഇനി നമ്മുടെ ആപ്ലെറ്റ് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് 2.197 വന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 1.3 ആണ്. അപ്പൊ ഗ്രാഫിൽ നമുക്ക് എഴുതാം ദിസ് ഈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.3. അപ്പൊ നമുക്കറിയാം 1.3 2.197. That means
ക്യൂബ് റൂട്ട് ഓഫ് 2.197 ഈസ് ഈക്വൽ ടു 1.3. ഓക്കെ മക്കളെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ആയി. അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. യൂസിംഗ് ദി ഇൻപുട്ട് ബോക്സ് സെറ്റ് ദ ഫംഗ്ഷൻ fx is equal to x cube. നമ്മൾ സെറ്റ് ചെയ്തു. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 2.197 ആൻഡ് ഇറ്റ്സ് വാല്യൂ. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി പിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബാണ്. അതുകൊണ്ട് ഇത് എക്സ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും കിട്ടുക. പി ഓഫ് എക്സ്, കോർഡിനേറ്റ് ഓഫ് പി ഈസ് എക്സ് ക്യൂബ്. Therefore, കോർഡിനേറ്റ് ഓഫ് എക്സ് റേസ് ടു 1/3 അതിന്റെ ക്യൂബ് ചെയ്യണം, അപ്പോൾ എക്സ് വരും. അപ്പോൾ 2.197 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യൂബ് റൂട്ട് ആണ്. ദാറ്റ് മീൻസ് പി ഓഫ് 1.3 2.197. ദാറ്റ് മീൻസ് ക്യൂബ് റൂട്ട് ഓഫ് 2.197 ഈസ് ഈക്വൽ ടു 1.3. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? ഇത്രയും നിങ്ങൾ മെത്തേഡിൽ എഴുതിയാൽ മതിയാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ബി പാർട്ടാണ്. യൂസിംഗ് ദി ഇൻപുട്ട് ബോക്സ് സെറ്റ് ദ ഫംഗ്ഷൻ fx is equal to sin x. അപ്പോൾ നമ്മൾ നേരത്തെ ഇതോളം തന്നെ ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ fxന് is equal to sin x എന്ന് കൊടുക്കുക. sin x എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗ്രാഫ് മാറും. ദെൻ അടുത്തത് പറയുന്നത് fx is equal to sin x. Write the method of finding an approximate value of sin inverse 0.891 and find its value. sin inverse 0.891. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് sin inverse 0.891 അല്ലേ? sin inverse 0.891. sin inverse 0.891. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ fx is equal to sin x ആണ് അല്ലെ? അപ്പൊ നമ്മളൊരു പോയിന്റ് കൊടുത്താൽ പി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ എക്സ് കൊടുക്കുവാണെങ്കിൽ sin x കിട്ടും അല്ലെ? നമ്മുടെ ഗ്രാഫിലേക്ക് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ sin 1.3 എന്ന് പറഞ്ഞാൽ 0.964 ആണ്. അപ്പോൾ ഇവിടെ വരുന്നതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1.3 ആണ് അല്ലെ? അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ സ്ലൈഡർ മാറ്റുക. 1.3ക്ക് പകരം നമ്മൾ 1 കൊടുക്കണം എന്ന് വിചാരിക്കാം. സൈൻ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0.841 ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഏതോ ഒരു വാല്യൂവിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ 0.841 ആണെന്ന് പറഞ്ഞാൽ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 0.841 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? അതാണ് അതിന്റെ ഇമേജ് എന്ന്, പ്രീ ഇമേജ് എന്ന് പറയാം. പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളിത് മാറ്റിയിട്ട് നമുക്ക് ഇപ്പൊ ഒരു 3.14 കൊടുക്കണം എന്ന് വിചാരിക്കുക. 3.14 കൊടുക്കുവാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് 3.14 എന്ന് പറഞ്ഞാൽ 0.002 ആണ്. അത് 3 ഡെസിമലിന് കറക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അല്ലെ? ഇനി ഞാനത് 1.57 കൊടുക്കണം എന്ന് വിചാരിക്കുക. 1.57 അപ്പോൾ അത് വരുന്നത് ഏതാ? ഇത് π/2 അല്ലെ? 1.5 എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അതിന്റെ പകുതി എടുക്കും π/2 1.5 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ സൈൻ ഓഫ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയും? സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 1.57 ആണെന്ന് പറയും. ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ത് വരുന്നോ അത് സൈൻ എക്സ് ആണ്. അപ്പോൾ ശരിക്കും ഇതിനെ വേണമെങ്കിൽ വേറെ തരത്തിലും കൂടെ നമുക്ക് എഴുതാം. പി ഓഫ് ഇത് സൈൻ ഇൻവേഴ്സ് എക്സും ഇത് എക്സുമായിട്ട് എഴുതാം. ശരിയല്ലേ? ഇവിടെ എന്ത് വരുന്നോ അതിന്റെ ഇൻവേഴ്സ് ആണ്, സൈൻ ഇൻവേഴ്സ് ആണ് ഈ വന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് എക്സ് ആവുകയാണെങ്കിൽ ഇത് സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. ഇപ്പൊ നമ്മൾ പറയുന്നത് 1 വന്നു. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടേ 0.891 വരണം. അപ്പൊ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താക്കിയാൽ മതി? നമുക്കിവിടെ 0.891 എന്ന് പറഞ്ഞാൽ 0.891 y കോർഡിനേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? അതിന്റെ സൈൻ ഇൻവേഴ്സ് 0.891 ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇമേജ് കിട്ടുന്ന വാല്യൂ 0.891 ആക്കിയാൽ മതിയാവും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്ലൈഡറിൽ ഒന്ന് മാറ്റി നോക്കാം. ഇതിപ്പോൾ 0.891 ആണ് എന്ന് വെച്ചാൽ അതിനേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ നമുക്ക് പതിയെ സ്ലൈഡർ പുറകോട്ടൊന്ന് മാറ്റാം. അതായത് നമ്മൾ പതിയെ മാറ്റുവാണ്. അപ്പോൾ അത് 0.9ലാണ് നിൽക്കുന്നത്. നമ്മൾ 0.8ലേക്ക് ഇപ്പം നമ്മൾ 8ൽ മുകളിൽ കയറി 887 ആണ്. ഇച്ചിരി മുമ്പോട്ട് കൂടെ 891 ആയി, 896 ആയി, 89. അപ്പോൾ അത് മുകളിൽ പോയി. അപ്പോൾ നമുക്ക് 0.896 ഓൾമോസ്റ്റ് അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം സൈൻ ഇൻവേഴ്സ് 0.896 എന്ന് പറഞ്ഞാൽ 1.11 ആണ്. അപ്പോൾ 0.891 ആണ് അല്ലെ? അപ്പോൾ നമുക്കൊന്നും കൂടെ പുറകോട്ട് അടിച്ച് നോക്കാം, കിട്ടുമോ നോക്കാം.
0.891 ഉണ്ട്. 0.891 എന്ന് പറഞ്ഞാൽ 1.1 ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. സൈൻ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് അതിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിൽ നോക്കിയാൽ മതി 1.1 ഈക്വൽ ടു 1.1. അതായത് പി ഓഫ് 1.1.891. 0.891 കിട്ടുന്നത് 1.1 അല്ല. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0.891 എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ കിട്ടുന്ന ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എഫ് എക്സ് ആണെങ്കിൽ അതിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വരും. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് ദിസ് y എന്ന് വരും അല്ലെ. ഇത് എന്ത് വരുന്നോ അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് ഈ വരുന്നത്. അത്രയേ ഉള്ളൂ കാര്യമാണ്. അപ്പോൾ അതിന്റെ വാല്യൂ നമുക്കായി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. എഫ് എക്സ് ഇസിക്കൽ ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇ റേസ് ടു എക്സ് എന്ന് പകരം നമ്മളിവിടെ എഫ് എക്സിന് പകരം ഇ റേസ് ടു എക്സ് എന്ന് ഇവിടെ കൊടുത്താൽ മതിയോ? നമുക്കറിയാമല്ലോ കൊടുക്കാൻ. ഇ റേസ് ടു എക്സ് ക്യാപ്പ് എക്സ് അടിച്ചാൽ. ഇനി ഇ റേസ് ടു എക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ലോഗ് 6.05 ആണെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രാഫിനകത്ത് ഇമേജ് 6.05 കിട്ടത്തക്ക രീതിയിലാക്കിയാൽ മതി. 6.05. അപ്പോൾ നമുക്ക് വേണ്ടത് അടുത്തത് ലോഗ് 6.05 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞത് പിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കൊടുക്കുവാണെങ്കിൽ ഇ റേസ് ടു എക്സ് വരും. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇതിന് എക്സ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ലോഗ് എക്സ് വരും അല്ലേ. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ ദാറ്റ് എംപ്ലോയ്സ് പി ആൻഡ് ഇവിടെ വരുമ്പോൾ ഇ റേസ് ടു എക്സിന്റെ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു എക്സ്, ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ എക്സ് വന്നാൽ കിട്ടുന്നത്. അതായത് ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് ഇ റേസ് ടു എക്സിന്റെ ഇൻവേഴ്സ്, അതാണ് നമ്മളിപ്പോൾ ലോഗ് എക്സ് എന്ന് പറഞ്ഞത്, ലോഗ് എക്സ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 6.05 ഇമേജ് കിട്ടുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ലോഗ് ഓഫ് ഇവിടെ നമുക്ക് 6.05 കൊടുത്താലേ ഉള്ളൂ നമുക്ക് ഇവിടെ ലോഗരിതം ഓഫ് 6.05 കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇമേജ് 6.05 കിട്ടുന്ന പോയിന്റ് ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ മതി. 6.05. അപ്പോൾ നമ്മുടെ വാല്യൂ മാറ്റി കൊടുക്കണം, കുറച്ചും കൂടെ കൂടണം. 6.05. ഇത് നമുക്കൊന്ന് മാറ്റാം. ഇതൊന്ന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഫിക്സ് എന്നുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫിക്സ് ഒന്ന് അൺടിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനെ മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ അത് 3 പോയിന്റാണ്, നമുക്ക് 6 പോയിന്റാണ് വേണ്ടേ. 6 പോയിന്റ് നമ്മുടെ വാല്യൂ 6.05 വേണ്ടേ. അപ്പോൾ നമുക്ക് 6 ഇവിടെ കുറയണം. 6.05 ഇവിടെ കൃത്യം വന്നിട്ടുണ്ട്. വാല്യൂ എന്ന് പറഞ്ഞാൽ 1.8. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എഴുതാം. ദറ്റ് ഈസ് പി എന്ന് പറഞ്ഞാൽ 1.8 കൊടുത്താൽ 6.05 കിട്ടും. ഇപ്പോൾ ലോഗരിതം ഓഫ് 6.05 എന്ന് പറഞ്ഞാൽ 1.8. അതായത് ഇതെന്ന് പറഞ്ഞാൽ ലോഗരിതം ഓഫ് ഇത് ലോഗരിതം ഓഫ് 6.05 ആണ്. അപ്പോൾ എന്ന് പറയുന്നത് 1.8 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആയി. ഓക്കെ മക്കളെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത്. ഇപ്പം നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ എന്താ ടിക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ടിക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അതിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. ഇതുപോലെ 5 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് 14 മാർക്ക് കിട്ടി. നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇത്തിരി പാടാണ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലാത്ത ക്വസ്റ്റ്യൻ ചെയ്താലും മതിയാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മാക്സിമം നമുക്ക് 14 മാർക്ക് കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് 5 ലാബുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള മാർക്കുകൾ സെക്ഷൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 32 മാർക്ക് മൊത്തം നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ മക്കളെ, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ലാബിലെ ക്വസ്റ്റ്യനുമായി വീണ്ടും കാണാം. ചിൽഡ്രൻ, ഗുഡ് ബൈ.